കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ വീണ്ടും അഴിമതി ആരോപണവുമായി കവളങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഏലിയാസ്. ബാങ്ക് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഭിത്തി തകർന്നു വീഴുന്ന സമയത്ത് തൊഴിലാളികൾ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു ദുരന്തമായി മാറുമായിരുന്നുവെന്നും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നുവെന്നും ബാബു ഏലിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് ഉന്നയിക്കുന്നത്. പ്രധാന ആരോപണങ്ങളെ അദ്ദേഹം ഇങ്ങനെ അക്കമിട്ട് നിരത്തുന്നു. സ്ഥലം മേടിക്കാൻ അനുവാദം മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിന് അപ്രൂവൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇതിന് കൺസൾട്ടൻസിനെ രേഖപ്പെടുത്തിയതിന് പത്രപരസ്യം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ഈ കൺസൾട്ടൻസിക്ക് 1 ലക്ഷം രൂപ ആദ്യം വന്ന കൺസൾട്ടൻസിക്ക് 1 ലക്ഷം രൂപ കൊടുത്തപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് അവിടുത്തെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് സഹകരണ സംഘം രജിസ്ട്രാറിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം 30 ലക്ഷം രൂപയോളം കൊടുത്ത് മറ്റൊരു കൺസൾട്ടൻസിനെ അതൊരു പത്രപരസ്യം പോലും കൊടുക്കാതെ 29 ലക്ഷം രൂപ മറ്റൊരു കൺസൾട്ടൻസി, ആ കൺസൾട്ടൻസി ഒരു പേപ്പർ കൺസൾട്ടൻസി ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരെ കൊണ്ടുവന്ന് 29 ലക്ഷം രൂപയോളം അവർക്ക് കൊടുത്തിട്ടാണ് ഈ പുതിയ അവിടെ റിസോർട്ട് നിർമ്മാണം നടത്തിയത്. സഹകരണ നിയമം പാലിക്കാതെ ജോയിന്റ് രജിസ്ട്രാറുടെ അനുവാദമില്ലാതെ നിലവിലുള്ള ഭൂമി വിലയേക്കാൾ ഏറെ വില നൽകി സ്ഥലം വാങ്ങി. DPR തയ്യാറാക്കാൻ കൊട്ടേഷൻ ക്ഷണിക്കാതെ കടലാസ് കമ്പനിയെ ഏൽപ്പിച്ചു. ഇവർക്ക് 1 ലക്ഷം രൂപ നൽകിയതായി രേഖയുണ്ടാക്കി. ഈ സംഭവം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തുക ഭരണസമിതിയിൽ നിന്നും ഈടാക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഇതിനെല്ലാം ഉപരിയായി തകർന്നു വീണ കെട്ടിട ഭാഗത്ത് കമ്പിക്ക് പകരമായി പൈപ്പ് ഇട്ടിരിക്കുന്നതായി കണ്ടെത്തിയെന്നും ആരോപണമുണ്ട്. അവിടെ വന്ന് പരിശോധിച്ചിട്ട് അവര് അത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇരുമ്പ് കമ്പിക്ക് പകരം പൈപ്പ് വെച്ച് പണിത ഒരു കൺസ്ട്രക്ഷൻ. അതിൻ്റെ അകത്ത് ദൈവാധീനം കൊണ്ടാണ് അതിപ്പോൾ ഇടിഞ്ഞു വീണത്. അല്ലെങ്കിൽ ഈ പണിയെല്ലാം കഴിഞ്ഞ് ആളുകൾ താമസിക്കുമ്പോഴൊക്കെ ഇടിഞ്ഞു വീണേ. അതിൻ്റെ അകത്ത് ഭീമമായ 13 കോടി രൂപയ്ക്ക് പണിയാൻ കൊടുത്തിരുന്ന എസ്റ്റിമേറ്റ് കൊടുത്തിരുന്ന സാധനം 15 കോടി 75 ലക്ഷം 1 കോടി 91 ലക്ഷം അധികം കൊടുത്തുകൊണ്ടാണ് ഇതിന് കൊട്ടേഷൻ അനുവദിച്ചത്. ആ പൈസയൊക്കെ എവിടെ പോയി? നിലവിൽ പുനർനിർമ്മാണം സാധ്യമല്ലെന്നും ഘടന തന്നെ മാറ്റി പുതുതായി കെട്ടിടം നിർമ്മിക്കണമെന്നുമാണ് കുസാറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നതെന്നും ബാബു ഏലിയാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇതിൻ്റെ അകത്ത് കറക്റ്റായി അവർ പറയുന്നുണ്ട്, ഇതിൻ്റെ ഈ മുഴുവനും പൊളിച്ചുകൊണ്ട്, അതായത് ഈ അവിടെ പറഞ്ഞിട്ടുള്ള ഘടന പൊളിച്ചു മാറ്റി പുതിയ ഘടനയിലല്ലാതെ ഇത് പണിയാൻ പാടില്ല എന്ന് കുസാറ്റിൻ്റെ എഞ്ചിനീയർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടാണിത്, അതെല്ലാവർക്കും കാണാവുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അവിടെ കുറേ ഗുണ്ടകളെ വെച്ച് അത് മറച്ചു വെച്ച് അവിടെ വീണ്ടും ആ പൊളിയാത്ത സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ ഇത് വീണ്ടും ഈ അപകടം തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജെയ്മോൻ ജോസ്, ജോബി ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.